അപ്പോൾ നമ്മൾ പല പിള്ളേരും മെന്റർഷിപ്പ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ വർക്കിംഗ് ആസ്പിറൻസിനെ മെന്റർഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം അവർക്ക് ലോഡർ ഓഫ് വർക്കാണ്, സീരീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വർക്കിംഗ് ആസ്പിറൻറ്റിനെ നമ്മൾ ഇതിനൊരു ഷെഡ്യൂൾഡ് പ്ലാനോ അല്ല ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം നമുക്ക് ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് വിത്ത് വർക്ക് ആണെങ്കിൽ? ഓക്കെ, അൽതാഫ് സർ പറഞ്ഞ പോയിന്റിൽ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് വർക്കിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ഹൗ ടു ബാലൻസ് ഈ പറയുന്ന സോക്കോൾഡ് മോർണിംഗ് ടു ഈവനിങ് വർക്ക്, വീട്, കുട്ടികൾ, ഫാമിലി, കുക്കിംഗ്, വാഷിംഗ്, ദെൻ പ്രിപ്പറേഷൻ. So the thing is that what I would say is that like continuously 4 hours അല്ലെങ്കിൽ 6 hours continuous ആയിട്ട് ഇരുന്ന് that is practically it is impossible. What I would say is that they can divide it into different slots. ഇപ്പോൾ ഒരു 45 മിനിറ്റിന്റെ സ്ലോട്ടുകൾ എടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഏർലി മോർണിംഗിൽ എണീക്കേണ്ടി വരും, ഒരു 4 മണി തൊട്ട് 6 മണി വരെ ലൈക്ക് 45 മിനിറ്റ്സിന്റെ 1-2 സ്ലോട്ടുകൾ എടുത്ത് ആ സമയത്ത് ഒരു പോർഷൻ തീർത്ത് പിന്നെ ഈ പറയുന്ന കുക്കിങ്ങും അതിനുള്ള ലൈക്ക് ഷീ ഓർ ഹി ഹാസ് ടു ബിക്കം റെഡി ഫോർ ഓഫീസ് ആൻഡ് ഓൾ ഗോയിങ് ടു ഓഫീസ്. ആ ഓഫീസിന്റെ ലൈക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസോ ന്യൂസ് പേപ്പർ റീഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. തിരിച്ചു വന്നതിന് ശേഷം ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഈ പറയുന്ന പോലെ വീട്ടില് വർക്കൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഈ പറയുന്ന ഒരു 8 മണിക്കോ അല്ലെങ്കിൽ 9 മണി തൊട്ട് ഒരു 11 മണി വരെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഈ പറഞ്ഞ 45 മിനിറ്റ്സിന്റെ സ്ലോട്ടുകൾ എടുത്ത് GS പോർഷൻസും അതായത് സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ കൃത്യമായിട്ടൊരു സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഗാലന്റിലൊക്കെ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തു പോവുക. പിന്നെ ഈ പറയുന്ന സോക്കോൾഡ് വീക്കെൻഡ്സിലേക്ക് വരുമ്പോൾ സാറ്റർഡേ സൺഡേസിൽ വരുമ്പോൾ കൂടുതൽ അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മോർണിംഗിൽ ഇപ്പോൾ ഒരു 4 to 7 വരെ ലൈക്ക് 45 മിനിറ്റ്സ് സ്ലോട്ടുകളായിട്ട് ഇടയ്ക്ക് 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ബ്രേക്ക് ആയിട്ട് പോട്ടെ. അതിന് ശേഷം ഈ പറയുന്ന പോലെ ലൈക്ക് ഒരു 10 മണി തൊട്ട് 1 മണി വരെ, വീണ്ടും ഉച്ച കഴിഞ്ഞൊരു 2:30 തൊട്ട് ഒരു 5:30 വരെ നൈറ്റിൽ ഒരു പർട്ടിക്കുലർ ടൈം. അങ്ങനെ വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേസിൽ കൂടുതൽ സ്ലോട്ടുകൾ എടുക്കുക. വീക്ക് ഡേയ്സിൽ ബാലൻസിങ് ദർ ജോബ് ആൻഡ് ഹൗസ് ഹോൾഡ് കോഴ്സ് what they can do is that they can divide it into small slots and they maintain the consistency. That would be the better option, I think. എന്നിരുന്നാലും ഇവർക്ക് ഇതൊരു മൾട്ടി ടാസ്കിംഗ് ആണ്. അതെ അതെ, ഒരു ജോലി ഇല്ലാത്ത ഇതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സിംഗിൾ ഫോക്കസ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ പോലെയല്ല വർക്കിംഗ് ആസ്പിറന്റ്. നമുക്ക് ഇത്രയും സാധനങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് അവർ എക്സ്ട്രാക്ട് ചെയ്ത് പഠിച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ട്രാക്കിലാക്കണം. ഇതെങ്ങനെ പോസിബിൾ ആവും? കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെങ്കിലും ആക്ച്വലി ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇപ്പൊ നമ്മുടെ UPC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഹി ഓർ ഷീ ഹാസ് ടു ബി എ മൾട്ടി ടാസ്കർ. അപ്പോൾ അത് നമുക്ക് ഈ പ്രിപ്പറേഷൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. പ്രിലിംസ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് മെയിൻസ് പഠിക്കണം, ഓപ്ഷനിൽ പഠിക്കണം, സ്റ്റാറ്റിക്കിനോടൊപ്പം കറണ്ട് അഫയേഴ്സ് ചെയ്യണം. അപ്പം multitasking has to be the part of life, I think. What I would say is that for example ഈ പറയുന്ന നമുക്ക് ചില പോർഷൻസ് ഒക്കെ നമുക്ക് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ബ്ലൂടൂത്തിലൊക്കെ ഇട്ട് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേരിയസ് സുപ്രീം കോർട്ട് അമെൻഡ്മെന്റ്സ് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, ജഡ്ജ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റംസാർ സൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ട് ഓൾ ദീസ് തിങ്സ് വിത്ത് റിഗാർഡ് ടു ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റിയിലൊക്കെ വിച്ച് ഓർ വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റീഡ് ടു ബി നീഡ് ടു ബി റെഡ് മൾട്ടിപ്പിൾ ടൈംസ്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ തന്നെ വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് ഈ പറയുന്ന ബ്ലൂടൂത്തിലിട്ട് നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ജോഗിങ് സമയത്തോ നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ റിവിഷൻ പോലെ നമ്മൾ മൾട്ടിപ്പിൾ തവണ അത് കേട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ലോട്ട്സ് ഓഫ് ചാനൽസ് ആണ്, അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് TVs are there, Radsubha TV, Sunset TV, lots of അപ്പോൾ കറണ്ട് അഫയേഴ്സും അല്ലെങ്കിൽ ഈ സോക്കോൾഡ് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ഡിബേറ്റ്സ് ഒക്കെ എന്റർടൈൻ ചെയ്യുന്ന ചാനൽസ് കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില യൂട്യൂബ് ചാനൽസ് ആണ്, TVs ആണ്, ദാറ്റ് വുഡ് ബി ഹൈലി ഹെൽപ്ഫുൾ. പിന്നെ ഈ പറയുന്ന ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ്, ഡയഗ്രാംസ്, വെൻ ഡയഗ്രാംസ്, സൺ ഡയഗ്രാംസ്, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ്, അതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഓഫീസ് ടേബിളിലോ നമ്മുടെ റീഡിങ് നമ്മുടെ റൂമിലോ ക്യാബിലോ അത് സ്റ്റിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ റിവിഷൻ നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്ത് ലൈക്ക് അത് തന്നെ മൾട്ടിപ്പിൾ തവണ റിവിഷൻ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഹൈലി ഹെൽപ്ഫുൾ. സോ വിത്ത് റിഗാർഡ് ടു ദിസ് മൾട്ടി ടാസ്കിങ് ഇപ്പൊ നമ്മൾ ഗാലന്റിൽ ചെയ്യുന്നത് ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസിന് എക്സ്ക്ലൂസീവ്ലി ഒരു ബാച്ച് ഉണ്ട്. അവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീസെന്റ് എടുത്ത അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ നമ്മൾ ആ ക്ലാസ്സസ് ഇരുന്ന് കാണുന്നു, നമ്മുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ മെന്ററുമായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നു. വീക്കെൻഡ്സിൽ നമ്മൾ സൺഡേ ടെസ്റ്റുകൾ എടുക്കുന്നു, ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്യുന്നു.
റിവിഷൻ ചെയ്യുന്നു. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഈസ് റിക്വയർഡ് ചെയ്യുക. ടെസ്റ്റ് ഒരിക്കലും നമ്മൾ എൻഡ് മൊമെന്റിലേക്ക് മെയിലേക്ക് മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ റിവിഷനും അതിന്റെ റിവിഷൻ ടെസ്റ്റും അതിന്റെ പ്രോപ്പർ സെൽഫ് അസസ്മെന്റും ഒരുമിച്ച് പോകുമ്പോഴാണ് ശരിക്കും ഫൈനൽ ഒരു ഡീറ്റെയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ഒരു പ്രീ പ്ലാൻഡ് സ്ട്രക്ചറിന് ആവശ്യമാണ്. ആവശ്യമാണ്. അതെ 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 അതെ. നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെന്റേഴ്സ് ഉണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് ഈസിയർ. ഈ ആ ഒരു പർട്ടിക്കുലർ റൂട്ട് മാപ്പ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് കാരണം സെറ്റ് ഇവർക്ക് ഏത് ടൈമിൽ ആവശ്യം വരുമല്ലോ. എക്സാക്ട്ലി നോർമൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് ഇവർ പിന്നെ പർട്ടിക്കുലർ ടൈമിലല്ല പഠിക്കുന്നത്. അതെ 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 ഇവർ പഠിക്കുന്നത്. എക്സാക്ട്ലി. അത് അവരുടെ വീണ് കിട്ടുന്ന മൊമെന്റ്സ് എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ ദ സോക്കോൾഡ് ഈ പറയുന്ന എന്താ പറയുക 10 മിനിറ്റോ 15 മിനിറ്റിന്റെ ഒരു ബ്രേക്ക് കിട്ടിയാലും അത് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രിപ്പറേഷൻ പോയിന്റ് ഓഫ് വ്യൂ യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് ഈസിയർ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇത്രയും സ്ട്രാറ്റജി ഉണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവെയർ ആണെങ്കിലും ഇത് ടെക്നിക്കലി പോസിബിൾ ആവണം, റിയലിസ്റ്റിക്കും ആവണം. എങ്ങനെയാണ് ഇത് നമുക്ക് ഒരാളുടെ അടുത്ത് ഇത്, കാരണം നമ്മുടെ എൻവയോൺമെന്റ് ഓഫീസ് എൻവയോൺമെന്റ് ആണ്, നമ്മുടെ പിയർ ഗ്രൂപ്പ് അങ്ങനെയല്ല. ഓക്കെ. ഹൗസ് പോസിബിൾ? ആക്ച്വലി ഇപ്പോൾ അൽതാഫ് സാർ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് ഇതിലൊരു നല്ലൊരു മെന്റർഷിപ്പ് എന്നുള്ള സംഭവം ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഒരു സോക്കോൾഡ് പ്രിപ്പറേഷന്റെ ഒരു ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് പലതും പലരിലും പല രീതിയിലാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലൈക്ക് വാട്ട് ഐ ഫീൽ ഈസ് ഈ ഓരോരുത്തരുടെയും പ്രിപ്പറേഷൻ ലെവൽ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൃത്യമായ ഈ മെന്റർഷിപ്സും അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഈ പിയർ ഗ്രൂപ്പ്സ് പോലുള്ള സംഭവങ്ങൾ, ദാറ്റ് വിൽ ബി ഹൈലി യൂസ്ഫുൾ. പിന്നെ സയന്റിഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ വുഡ് സേ ദാറ്റ് കുറച്ചും കൂടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 5 മണിക്കൂറോ 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫീൽ ലൈക്ക് സാച്ചുറൈസ്ഡ്. വി വോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് സ്പിരിറ്റ് ഓഫ് സ്മാർട്ട് സ്റ്റഡീസ് ആണ്. സ്മാർട്ട് സ്റ്റഡീസ് ആണ്. ഇപ്പൊ മോസ്റ്റ് ഇപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു 25 to 30 മിനിറ്റ്സ് പഠിക്കുന്നു, ദെൻ ഹാവിങ് എ സ്മോൾ ബ്രേക്ക് എടുക്കുന്നു. ഒരു 25 to 30 മിനിറ്റ്സ് നമ്മൾ പഠിക്കുന്നു, ഹാവിങ് എ സ്മോൾ ബ്രേക്ക്, അഗൈൻ ബാക്ക് ടു ദാറ്റ് ലൈക്ക് സ്ലോട്ട്. ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ സ്ലോട്ടുകൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന 25 മിനിറ്റ്സിൻ്റെയോ 30 മിനിറ്റ്സിൻ്റെയോ സ്ലോട്ട് എടുത്ത് പഠിച്ച് അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് അഗെയിൻ റിപ്പീറ്റിംഗ് ദ സൈക്കിൾ. ആ ഒരു സംഭവം ദാറ്റ് വുഡ് ബി മച്ച് പ്രൊഡക്റ്റീവ്. അഗെയിൻ ഐ വുഡ് സേ ദാറ്റ് ഈ പറഞ്ഞതുപോലെ ലൈക്ക് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ്റെ മോഡ് ഒരേ രീതിയിൽ പോവാണ്ട് ഈ പറഞ്ഞതുപോലെ റെക്കോർഡിംഗ് ദ ഓഡിയോസ് ഓർ ലൈക്ക് പ്രിപ്പയറിംഗ് ദീസ് what is called the flow charts or mind maps or diagrams or these sticky notes. ടൈം കൺസ്യൂം ചെയ്യാതെ ഈസി ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും ലൈക്ക് എന്താ പറയുക ഉറക്കം തോന്നാത്ത രീതിയിൽ എങ്ങനെയാണോ പ്രിപ്പറേഷനിൽ നമുക്ക് അതിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ ഈറ്റ് ദ ഫോഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും കോർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതിന് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള അവേഴ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഗൈഡൻസ് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദർ ഈസ് സിസാറ്റിൽ നമുക്കറിയാം ദർ ഈസ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും കോംപ്രിഹെൻഷനും ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കോർ ആയിട്ട് അതായത് ഫ്രീക്വന്റ് ആയിട്ട് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറെ കോർ ഏരിയാസ് ഉണ്ട്. അപ്പോൾ കോർ ഏരിയാസിനെ നമുക്ക് സെലക്ട് ചെയ്ത് തരണം. അതിന് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സിൽ നമ്മൾ ആ കോർ ഏരിയാസ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എടുക്കുന്നു. ഉള്ള ടൈം എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു. എക്സാക്ട്ലി. അത് കണ്ടുപിടിക്കാൻ സമയം. എക്സാക്ട്ലി. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ നിമോണിക്സ് ഒക്കെ ഇറ്റ്സ് ഹൈലി ഹെൽപ്ഫുൾ. ഇപ്പൊ നമ്മൾ ഈ വാട്ട് ഈസ് കോൾഡ് ചൈനീസ് ഒക്കെ പഠിക്കുമ്പോൾ KFC എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കോണ്ടാക്ട് ആർ ദ 3 ജേൾസ് ഇൻ ചൈനീസ് എന്നറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ആകൃതി എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ കൺട്രീസ് അറൌണ്ട് ദ കാസ്പിയൻ സീ. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇപ്പം ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് happens with the schedule of the constitution. But language itself, we can count the number of these letters in language. It's 8, and with that we will come to a codification that there are, or these official languages comes in the 8th schedule of the constitution, something like that. അപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേര് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിമോണിക്സ് സെറ്റ് ചെയ്യാം, കോഡ് സെറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു അവർ ചോയ്സ്. നമുക്ക് അതിനെ ഏറ്റവും ഈസി ആയിട്ടും രസകരമായിട്ടും എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ ദാറ്റ് വുഡ് ബി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ ഈസ് എ പ്രിസ്ക്രൈബ്ഡ് റൂൾ ഫോർ റികളക്ടിങ് ഓർ റിക്കോളിംഗ് ദ തിങ്സ് ഇൻ UPSC പ്രിപ്പറേഷൻ. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും നമുക്കിപ്പം സിംഗിൾ ഫോക്കസ് ആയിട്ടിരിക്കുന്ന സ്റ്റുഡന്റ് പോലെയല്ല നമുക്ക് ഇതിന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം. ഓക്കെ. വർക്കേഴ്സ് പ്രൊഫഷന് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം
വർക്കും ഉണ്ട്, ഇത് പഠിക്കുകയും വേണം. അപ്പം ഓഫ് കോഴ്സ് ഒരു ട്രാക്കിംഗ് പ്രോഗ്രസ് വേണം. അതെ 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 അതെ. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യുമുലേറ്റീവ് സ്റ്റഡി പ്ലാൻ വിൽ ഡു എ ലോട്ട് വിത്ത് ദിസ് പ്രിപ്പറേഷൻ. നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആസ് എ വർക്കിംഗ് ആസ്പിറന്റ് എനിക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള അവേഴ്സ് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഓഫീസ് ടൈമിന്റെ ബ്രേക്സിൽ എന്തെല്ലാം ചെയ്യാം, ഇനി ഓഫീസ് ടൈം കഴിഞ്ഞ് വന്ന് ഈവനിങ്ങിൽ എങ്ങനെ ചെയ്യാം, നൈറ്റിൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ വേണം. പിന്നെ ഓഫ് കോഴ്സ് ആസ് യു സെഡ് ദാറ്റ് നമുക്കിപ്പോൾ ഇപ്പോൾ ഗ്യാലൻഡറിൽ ചെയ്യുന്ന പോലെ ദർ ഈസ് എ റാപ്പ്, there is a rapid, you know, like assessment program is there after every test. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഓരോ ടെസ്റ്റിന് ശേഷവും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രോപ്പർ അസസ്മെന്റ്. ലൈക്ക് ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസ് എത്രണ്ണം നമ്മൾ കോൺസെപ്ച്വൽ എറേഴ്സ് മൂലം തെറ്റിച്ചു, എത്രണ്ണം കെയർലെസ് എറേഴ്സ് ആയിരുന്നു, എത്രണ്ണം ഫാക്ച്വൽ എറേഴ്സ് ആയിരുന്നു, ടെക്നിക്കൽ എറേഴ്സ് ആയിരുന്നു. വി ആർ ഗെറ്റിംഗ് എ ക്ലിയർ പിക്ചർ. ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ ലെവൽ എവിടെ എത്തി നിൽക്കുന്നു, എന്തെല്ലാമാണ് നമ്മുടെ കുറവുകൾ, കൃത്യമായിട്ടൊരു അനാലിസിസ് ഉണ്ടാവും. ഇത് കൂടാണ്ട് നമ്മൾ അതിന് ശേഷം ഒരു മെന്ററുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ അതിൽ എന്താണ് ഫർദർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അനാലിസിസ്, മെന്റർ ആൻഡ് മെന്റി അനാലിസിസ് ഈസ് ഹാപ്പനിങ്. സോ ദാറ്റ് ഈസ് സംതിങ് യു നോ വെരി മച്ച് ഹെൽപ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് what is our progress with regard to that particular subject in UPSC preparation. Because I think that ഒരു അങ്ങനത്തെ ഒരു റിപ്പോർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെന്ററെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മളെ ഗൈഡ് ചെയ്ത് തരാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതിൽ എന്താണ് ഫർദർ ആയിട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നുള്ളത്. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ആഫ്റ്റർ എവറി ടെസ്റ്റ്, ദാറ്റ് മീൻസ് in every week, at least by this Sunday, there should be a performance assessment. What you have done so far for that week, with regard to what you revised, recollected. You are taking a mock test or a revision test, and you are doing a self analysis. What you done, what all things you lagged in that week, or what all things you productively done in that week. Accordingly, you set goals for the next week. ഓക്കെ 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 ഓക്കെ. എൻ്റെ അടുത്ത ചോദ്യം, നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. നമ്മളിപ്പം ഇത് മാത്രമായിട്ട് പഠിച്ചാലും നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിലും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ ഡിസ്ട്രാക്ഷൻ ആവും. അപ്പൊ ജൂഡിനൊപ്പം ആകുമ്പോൾ കുറച്ചുകൂടി ഡിസ്ട്രാക്ഷൻ കൂടും. നമ്മുടെ പിയർ ഗ്രൂപ്പ് പോലും നമ്മുടെ UPSC റൗണ്ടിങ് അല്ല. ഇതെങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാം? ഇത് ആക്ച്വലി എന്തെങ്കിലും വഴിയുണ്ടോ? ഇത് ആക്ച്വലി ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സബ്ജക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇത് ഇവിടെ ഇപ്പോൾ ഓരോ കുട്ടികളുടെയും കൺസേൺസ് ആണ്. സോ വാട്ട് ഐ സേ ഇസ് ദാറ്റ് ഈ ഡിസ്ട്രാക്ഷൻസ് ഈസ് യു നോ വെരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ചിലർ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ചിലർ മേ ബി ഇൻ ടു സം അതർ തിങ്സ്, മേ ബി ചാറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഇൻ ടു അതർ കൈൻഡ് ഓഫ് തിങ്സ് ആവാം. സോ വാട്ട് ഐ സേ ഇസ് ദാറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. എന്തിനാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്. സോ ദ തിങ് ഈസ് ലൈക്ക് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് UPSC, you know, we must have that particular basic sense of, you know, എന്താ പറയുക, നമ്മൾ ഈ പ്രയോറിറ്റി സംഭവങ്ങളെ നമ്മൾ ആദ്യത്തെ ഒരു ലിസ്റ്റിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ വാട്ട് ഐ സേ ഇസ് ദാറ്റ് ഇപ്പോൾ പ്രിപ്പറേഷൻ നമുക്ക് പ്രയോറിറ്റി ആണെങ്കിൽ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റീവ് അവേഴ്സ് പ്രിപ്പറേഷന് കൊടുക്കുന്ന രീതിയിൽ ആ ദിവസത്തെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഇഫ് വി ഹാവ് സം അതർ ഡിസ്ട്രാക്ഷൻസ്, മേ ബി ഫ്രണ്ട്സുമായിട്ടുള്ള ഗെറ്റ് ടുഗദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, അതിൽ ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് വീഡിയോസ് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ വി ആർ ഇൻ ടു സം കൈൻഡ് ഓഫ് ലൈക്ക് വാട്ട് ഈസ് കോൾഡ് ഔട്ടിങ് ആവാം. അപ്പൊ അത് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറച്ച്, ഇപ്പൊ 1 മണിക്കൂർ ചെയ്യുന്ന വർക്ക് നമ്മൾ ചിലപ്പോൾ അരമണിക്കൂറായിട്ട് കുറയ്ക്കുന്നു. ഇപ്പൊ മേ ബി ഡെയിലി നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് 2 ആഴ്ചയിൽ ഒരിക്കലാക്കുന്നു, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗെറ്റ് ടുഗദറോ ഔട്ടിങ്സോ അല്ലെങ്കിൽ സെലിബ്രേഷൻസോ അതൊക്കെ കുറച്ച് ഒറ്റയടിക്ക് പറ്റത്തില്ല, കുറച്ച് കൊണ്ടുവരിക, കൂടുതൽ പ്രയോറിറ്റി ഇതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏത് അവസ്ഥയിലാണെങ്കിലും ഇപ്പം ഒരു സെൽഫായിട്ട് ഒരു കോൺഷ്യസ് ഉണ്ടാവും, നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് ഈവൻ ജനറേറ്റർ റൂമിന്റെ അടുത്തിരുന്നിട്ടും നമുക്ക് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു. അത്യാവശ്യമാണിത്. അതെ, നമുക്ക് എത്രത്തോളം അത്, ബിക്കോസ് ഐ ഹാവ് സീൻ ദ പീപ്പിൾ ലൈക്ക് ഇപ്പൊ ഒരു സുഖ സൗകര്യങ്ങൾ ഇല്ലാത്തവരും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലൈക്ക് എന്താ പറയാ ഈ ആക്സസിബിലിറ്റീസ് ഇല്ലാത്തവരും അവരുടെ സോക്കോൾഡ് കൺസ്ട്രെയിൻസിനെ ഓവർകം ചെയ്ത് ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. സോ ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു, നമ്മൾ എങ്ങനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും.
അതിപ്പം അൽതാഫ് സർ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് Altaf sir used to give mentorships to lots of students every day. അപ്പം ഐ യൂസ് ടു ഗീവ് മെന്റർഷിപ്സ്. സോ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾ പ്രിപ്പറേഷനെ എങ്ങനെ എടുക്കുന്നു, ഇതൊരു ബാലികറ മലയല്ല. നിങ്ങൾക്കറിയാം ഇതിലെ സിലബസ് എന്താണെന്നും സബ്ജക്ട്സ് എന്താണെന്നും ടോപ്പിക്സ് എന്താണെന്നും ഒരുവിധം എല്ലാ യു പി സി ആസ്പിറൻസിനും അറിയാം, അല്ലെങ്കിൽ പഠിക്കാനുള്ളതിനെ കുറിച്ചും എല്ലാവർക്കും ധാരണയുണ്ട്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ചെടുക്കാൻ ആരെക്കൊണ്ടും പറ്റും, പ്രൊവൈഡഡ് നമുക്കതിനോടൊരു ഇഷ്ടവും അല്ലെങ്കിൽ ഒരു പാഷനും താല്പര്യവും പിന്നെ ഒരു ഡിറ്റർമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമുക്കറിയാം. ഇപ്പം നമുക്ക് മുമ്പ് ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർവീസിലെത്തിയ പലരുടെയും ഇന്റർവ്യൂസോ അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോ വൺ ഈസ് ലൈക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്ന് എഴുതി പഠിച്ച് ക്ലിയർ ചെയ്ത ആരുമില്ല. when everybody started, they started from the scratch only. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് വി വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. വർക്കിംഗ് ആസ്പിറൻസും അതുപോലെ തന്നെ ഫുൾ ടൈം ആസ്പിറൻസും അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ, എനിക്കറിയാവുന്ന ഒരുപാട് പേര്, നമ്മുടെ തന്നെ പല സ്റ്റുഡൻസും ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ റെയിൽവേയിൽ വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് അതിനോടൊപ്പം പഠിച്ച് സർവീസിൽ കയറിയ ഒരുപാട് പേര് നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും പോസിബിൾ ആണ്, പ്രൊവൈഡഡ് നമ്മൾ എത്രത്തോളം നമ്മുടെ ഡെയിലി നമുക്ക് കിട്ടുന്ന സമയത്തെ എത്രത്തോളം ജുഡീഷ്യസ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഒബിയസ്ലി നമുക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ നല്ല മെന്റേഴ്സ് വേണം, കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യണം, നല്ലൊരു സ്കെഡ്യൂൾ വേണം, കൃത്യമായിട്ടുള്ള അസസ്മെന്റ് വേണം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ആസ് വി സെഡ്, ഇതൊരു മാരത്തൺ ഓട്ടം തന്നെയാണ്. ഇത് നല്ല രീതിയിൽ അപ്സ് ഉണ്ടാവും, ഡൗൺസും ഉണ്ടാവും. പക്ഷേ കൃത്യമായ ഗൈഡ് ലൈൻസും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാം. സോ അതുവരെ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിൽ നിൽക്കുക എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സാം ക്ലിയർ ആവുന്നതാണ്. അത്രയും മിനിമൽ ക്വാളിറ്റിയാണ് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഏകദേശം ഡിഗ്രി 45% ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പം അത്രയും തന്നെയാണ് അതിൻ്റെ ഐക്യം അവർ പറയുന്നത്. സോ നമ്മുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മ, നമുക്ക് പ്രോപ്പറായ ഗൈഡ് ലൈൻസ് ഇല്ലായ്മ, മെൻറ്റർ ഇല്ലായ്മ, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ ഇതിൻ്റെ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മോൾഡ് ചെയ്യുക. താങ്ക് യു.